നമുക്കെല്ലാം അറിയാം ബിഗ് ബോസ് ഒരു ബിസിനസ് ആണെന്നുള്ള കാര്യം. പണ്ടത്തെ പ്രേക്ഷകരല്ല നമ്മൾ. 7 വർഷമായിട്ട് ബിഗ് ബോസ് കാണുന്നവരാണ്. മലയാളം മാത്രമൊന്നുമല്ല, ഇപ്പൊ പലരും പല പല ഭാഷകളും കാണുന്ന ആൾക്കാരാണ്. ഒന്നുമില്ലെങ്കിലും തമിഴെങ്കിലും കാണുന്ന ആൾക്കാരാണ് മലയാളീസിൽ കൂടുതൽ പേരും. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അനുമോൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനത്തിന് വേണ്ടി എന്തിനാണ് മേക്കേഴ്സ് ഇത്രയും ശ്രമിക്കുന്നത്? നിങ്ങൾക്കൊരു ലൈവ് കോംബോ ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? നിങ്ങളുടെ സെലക്ഷൻ കമ്മിറ്റിയുടെ കുഴപ്പമാണ്. ലവ് കോംബോ വേണ്ട, അല്ലെങ്കിൽ ഭയങ്കര നെഗാണ്, അത് ഭയങ്കര മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ലവ് കോംബോ ഒക്കെ ബിഗ് ബോസിന് വേണം, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ യൂത്ത് ഐക്കൺസിനെ എടുക്കണമായിരുന്നു, പ്രണയിക്കാൻ മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു ലവ് കോംബോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് സെലക്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, അതിൽ നിങ്ങൾ ഫെയിലായി. മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ലെവലിൽ ഒരു കോംബോ, ലവ് കോംബോ ഇല്ലാതെ ഈ സീസൺ 90 ദിവസം പോയി. 89ാമത്തെ ദിവസമായ ഇന്നലെയാണ് എന്താ നടന്നത്? അവിടെ ഒരു പ്രപ്പോസ് നടന്നത്. ഇതിനെ ചാനലിന് ഹിറ്റാക്കണം. ഇതിനു വേണ്ടി നിങ്ങൾക്ക് അവിടെ അവർക്ക് ഗെയിമിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അനു, തീരുമാനം എടുക്കാൻ സമയമുണ്ട് കേട്ടോ. അനു, അയാൾ അങ്ങനെ പറഞ്ഞു. അനുമോള് വീണ്ടും വീണ്ടും പരസ്യമൊക്കെ വരുമ്പം എനിക്കെന്ത് തീരുമാനം എടുക്കാം? എനിക്കൊരു തീരുമാനം എടുക്കാനും ഇല്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, എനിക്ക് വേറെ തീരുമാനമൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇത് എപ്പിസോഡിന്റെ മുക്കാൽ ഭാഗവും ലവ് കണ്ടന്റ് ആണ് കൊണ്ടുപോയത്. ലവ് കണ്ടന്റ് കൊണ്ടുപോയതല്ല മക്കളെ എൻ്റെ പ്രശ്നം. ഞാൻ പറയട്ടെ, ഇഫ് ഐ ആം ഇൻ ബിഗ് ബോസ്, ഞാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എൻസിഫേ ബിഗ് ബോസ് ലവ് കോംബോ പിടിക്കുന്നത്? ഞാൻ ലാലേട്ട, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ഇത് വീണ്ടും വീണ്ടും ഈ പറയുന്നു, ഇതിൽ തന്നെ കുത്തി ഫുൾ സപ്പോർട്ട് എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് ലവിന്. ഇത് സപ്പോർട്ടല്ല, ഇത് ബിസിനസ് വളർത്തണം. മനസ്സിലായോ? 10 ദിവസത്തേക്കെങ്കിൽ 10 ദിവസത്തേക്ക്, അങ്ങനെയെങ്കിലും അവിടെ ഒരു ലവ് കോംബോ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലാതെ അനുമോളെ അനീഷിനെ കൂടെ കെട്ടിക്കാനൊന്നും അല്ല ബിഗ് ബോസിന്റെ പ്ലാന്. അവർക്ക് അങ്ങനത്തെ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല, അവർക്ക് കണ്ടന്റ് ആണല്ലോ ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ കണ്ടന്റ്, ലവ് കണ്ടന്റ് വളരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇരുന്ന് ഇവരുടെ മനസ്സിൽ പ്രണയം വാരി അനീഷിന്റെ മനസ്സിലാണെങ്കിലും കുറെ കൂടെ ഫീലിങ്സ് വാരി തട്ടുന്നുണ്ട്. അനുവിനെ ഓക്കെ, അതിനകത്ത് വളരെ എപ്പിസോഡിന് ക്ലിയർലി എവിഡന്റ് ആയിട്ടുള്ള സാധനം, അനുവിനെ കൊണ്ട് യെസ് പറയിപ്പിക്കാനായിട്ട് വീട്ടുകാരും നോക്കുന്നു, ലാലേട്ടനും നോക്കുന്നു. അമ്മാതിരി ലെവലിലുള്ള സംസാരവും റൊമാൻറ്റിക് ലെവലിലുള്ള സംസാരവും ഒക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ രണ്ടുപേരുടെയും ഫീലിങ്സിനെ മാനിക്കണം. അനീഷിനൊരു അഭിപ്രായമുണ്ട്, അനുമോൾക്കൊരു അഭിപ്രായമുണ്ട്. നേരെ തിരിച്ച് അനുമോളാണ് അനീഷിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നതെങ്കിൽ അനീഷിനെ പോയി നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് രണ്ടുപേർക്കും ഒരു ഒപ്പീനിയൻ ഉണ്ട്, എന്ത് ചെയ്യണം, എന്താ പറയാ, മുന്നോട്ട് പോകണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള പൗരനാണ് രണ്ടുപേരും, അല്ലേ? അപ്പൊ അതിൽ കിടന്ന് ആ തീരുമാനത്തിൽ കിടന്ന് കുത്തി ഇളക്കുന്നത് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ട്, ഇത് എന്തിന്റെ കേട്? ഞാൻ ഇങ്ങനെ ഇതെന്തിന്റെ ഭ്രാന്തത കാണിക്കുന്നത്? ഒരു പരിധി കഴിഞ്ഞിട്ട് ഇത് വിട്ടുകൂടെ? ഇത് തീരുന്നില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് കയറി ഇങ്ങനെ പിടിക്കും. അനുമോൾ പറഞ്ഞ താടിക്കാരൻ, ഇവിടെ ഒരു താടിക്കാരനുണ്ട്, ഇവിടെ അങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെ ലവ്. ഇവിടെ ലവ് ഇല്ലെങ്കിൽ അതിന്റെ കുഴപ്പം നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ ലവ് വരാത്തത് നിങ്ങളുടെ കുഴപ്പമാണ് തന്നെയല്ലോ. 90ാമത്തെ ദിവസം കിട്ടി, ഇനി 10 ദിവസത്തിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട, അവരവരുടെ ഇഷ്ടത്തിന് വിട്ടേരെ. സാധാരണ ഈ പറയുന്ന ലവ് ഒക്കെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ള ഒരു കാര്യം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ലല്ലോ, വന്ന് വഴക്ക് പറയാറല്ലേ ഉള്ളൂ കണ്ടസ്റ്റൻസിനെ. ഇത് വഴക്ക് പറയുന്നില്ല, ഫുള്ള് സപ്പോർട്ട്. പ്രൊമോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. പ്രൊമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് തമാശിക്കുന്ന എന്തൊക്കെയാണ് അതിന് വിശേഷം, ഇതാണ് ഞാൻ വിചാരിച്ചത്. എപ്പിസോഡ് നോക്കിയപ്പോ ആന്ന് മാത്രമല്ല, സമ്മതിക്കേ, നല്ല ചെറുക്കൻ, നല്ല ചേർച്ച എന്നൊക്കെ വീട്ടുകാർ പറയുമ്പോ യെസ് മൂളി വിടുന്ന്. എന്തു വാടേ ഇത്, എന്തു വാ ഈ കാണിക്കുന്നേ അല്ലേ? പിന്നെ ഇന്ന് നെവിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തു, വളരെ നല്ല കാര്യം. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ അമാതിരി തെറിവിളിയാണ് നെവിനെ പണപ്പെട്ട് നിഷേധിച്ചത് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളടക്കം പല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെവിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തു. വീട്ടിൽ നിന്നും പുറത്തിറങ്ങിപ്പോയി നമ്മുടെ കാറിൽ നിന്ന് പണപ്പെട്ടി എടുത്തുകൊണ്ട് വരുന്ന രീതിയാണ് കൊടുത്തത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കൂല. ഇത്തവണ മിക്കവാറും ദൂരം കൂടുതൽ വെക്കും. അതിന് ടോപ്പ് 5 എവിക്ഷനിലേക്കുള്ള പോക്കാണോ എന്നുള്ള കാര്യം ഒരു പിടിയുമില്ല മക്കളെ. അങ്ങനെ തന്നെ അവർ ചെയ്തു വെക്കുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട കാര്യം, എപ്പിസോഡിന്റെ മുക്കാൽ ഭാഗവും അനുവിന്റെയും അനീഷിന്റെയും ലവ് കണ്ടന്റ് തന്നെ ആയിരുന്നെങ്കിലും അതുക്കപ്പുറമായിട്ട് അവർ കുറെ കാര്യങ്ങൾ ചോദിച്ചു. പണപ്പെട്ടിയിലുണ്ടായ വിഷയങ്ങൾ, ക്യാപ്റ്റൻസി, അക്ബറും അനുമോളും കൂടെ ആയിട്ടുള്ള വിഷയങ്ങൾ, ആദിലയും അനുമോളും കൂടെ ആയിട്ടുള്ള വിഷയങ്ങൾ,
നെവിനും അനുമോളും കൂടെ ആയിട്ടുള്ള സോൾ വിഷയം, നെവിനും സാബുവുമായിട്ടുള്ള വിഷയം, സാബുവും അനുവുമായിട്ടുള്ള കിച്ചണിലെ വഴക്കുകൾ എല്ലാം ചോദിച്ചു. നാളെ ഇനി എന്ത് ചോദിക്കും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. കൊള്ളാമായിരുന്നു കേട്ടോ. ആ മുക്കാൽ ഭാഗം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ അനീഷ് കണ്ടന്റിനെ ഇവരെടുത്ത് ഇങ്ങനെ പറഞ്ഞതിന് ഞാൻ എതിര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് കണ്ടന്റ്. പക്ഷേ അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ചോദിക്കാനുള്ള കാര്യമുണ്ടായിരുന്നു. അത് 5 മിനിറ്റ് 10 മിനിറ്റ് ചോദിക്കുക, അത് കാണിക്കുക, അതിലൊരു തീർപ്പ് വരുത്തുക, അത് തീർക്കുക. ഇത് ഏതുവരെ കൊണ്ടുപോയെന്നറിയാമോ? ഇത് കൊണ്ടുപോയി അനു പോയിരുന്ന് എനിക്ക് എടുക്കാനുള്ള തീരുമാനം ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, എനിക്ക് താല്പര്യമില്ലെന്നുള്ള കാര്യമാണ്, അപ്പൊ അതിലിനി ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ മേക്കേഴ്സ് പേടിച്ച്. കാരണം ഇവര് കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉടനെ ബ്രേക്ക് കഴിഞ്ഞു ലാലേട്ടൻ, അനു അത് കാര്യമായിട്ട് എടുക്കണ്ടേ കേട്ടോ, ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ, ഇതൊക്കെ അങ്ങനെയല്ലേ, ഒരു ഷോ അല്ലേ, പ്രേക്ഷകർക്ക് അറിയാമല്ലോ, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അത്രയും നേരം നിങ്ങൾക്ക് ആർക്കും ഒരു വിവരവും ഇല്ലായിരുന്നോ? ആ 3/4 മണിക്കൂർ കൊണ്ടുപോയപ്പോൾ ഒരു ബോധവും ഇല്ലായിരുന്നോ? ഞാൻ അതാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, എന്തായാലും നല്ല പോലെ ബിസിനസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയായാലും ഇന്ന് എന്തൊക്കെയാണ് നടന്നത് നമുക്ക് ചർച്ച ചെയ്യാം. ബിഗ് ബോസ് സീസൺ 7ന്റെ ഡേ 90 നവംബർ 1 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറന്നു പോവല്ലേ. ഹൈപ്പ് ചെയ്യണം, ചെയ്യാതിരിക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നുള്ള കേരള പിറവി ആശംസകൾ. ഓക്കെ, അനുമോളിന്റെയും അനീഷിന്റെയും വിഷയമാണ് സ്റ്റാർട്ടിങ്. ആ കേസിൽ തന്നെ പിടിച്ചിട്ട് കളിയാക്കൽ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് കേട്ടോ. അവര് ഭയങ്കര പോസിറ്റിവിറ്റി കൊടുത്ത് പ്രണയം പ്രൊമോട്ട് ചെയ്ത്, അല്ലെങ്കിൽ പ്രൊമോഷൻ അല്ലല്ലോ, എന്താ അതിനൊരു വേർഡ് പറയാൻ, സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട്. അത് കേൾക്കുമ്പോൾ അനുവിനും ചിലപ്പോൾ തോന്നുന്നു പ്രണയിച്ചാല് നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നുന്ന ലെവലിലാണ് വളച്ചൊടിച്ച് ഈ കേസിനെ വിട്ടത്. അവിടെ ഇവർക്ക് വീട്ടുകാർക്ക് തുടക്കത്തിൽ തന്നെ വീഡിയോ കാണിച്ചങ്ങ് കൊടുക്കുന്നുണ്ട്. പ്രപ്പോസ് ചെയ്യുന്ന സാധനം വീട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓൾറെഡി പ്രണയമണം അടിക്കുന്നുണ്ടോ അനീഷെ, അനുമോളെ, അക്ബർ ഖാൻ കണ്ടന്റ് കൊണ്ടുപോകുന്നത് എല്ലാവരടുത്തും ചോദിക്കും. എല്ലാവരടുത്തും പ്രണയമുണ്ടോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഇവർ തമ്മിൽ എന്താണ്, അങ്ങനെ ചോദിച്ചു വന്ന് വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തു. അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് രണ്ടുപേരും നല്ല കോംബോയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ലാലേട്ടൻ അതിൽ കയറി പിടിച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അങ്ങ് പോവാണ് ഈ സംഭവം. എന്നിട്ട് പ്രാങ്ക് ആണോ, അപ്പൊ ലാലേട്ടൻ പ്രാങ്ക് ആണോ എന്നുള്ള കാര്യം അനീഷിന്റെ തന്നെ ചോദിച്ച് അത് ക്ലിയർ ആക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് പ്രാങ്ക് അല്ല, എനിക്ക് തോന്നിയ ഫീലിങ്സ് ആണെന്ന് പറഞ്ഞ് അനീഷ് ആ കാര്യം പറയുന്നുണ്ട്. അപ്പോഴും ലാലേട്ടന്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു മറുപടിയാണ്, പ്രണയം പറയാമല്ലോ, നമുക്ക് നിഷേധിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അവരവരുടെ തീരുമാനങ്ങളാണ്, പക്ഷെ നിഷേധിക്കാതിരിക്കുന്നതാണല്ലോ നല്ലത്. കാരണം ഒരാൾ പ്രണയം പറയുന്നു, നമ്മളത് നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ നടക്കുന്നത്? അയാൾക്ക് നിഷേധിക്കാൻ അവിടെ റൈറ്റ്സ് ഇല്ലല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, ഇത് കൊള്ളാമല്ലോ, അനീഷിന്റെ കൂടെ നിന്നുകൊണ്ട് ഇത് അനുമോൾ പറഞ്ഞേ പറ്റൂ. ഒരു ടിപ്പിക്കൽ മലയാളി ഓഡിയൻസ് എങ്ങനെ ഇത് കാണുന്നോ അതേ ലെവലിൽ. കാരണം നമ്മൾ സീസൺ 1 കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇപ്പൊ അതിനകത്തൊരു ലവ് അഫെയർ നടന്നു. ഇവിടെ നമുക്കറിയാം, നമ്മുടെ കോളേജിലൊക്കെ ആയാലും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയ ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ട് ആ പെൺകൊച്ചി ഇഷ്ടമല്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറഞ്ഞു, അവൻ എന്തൊരു കുഴപ്പം, അവൾ അഹങ്കാരി, ആ ലെവലിലാണ് നിങ്ങൾ ഇന്ന സാധനം വീക്കെൻഡ് പടച്ച് വിട്ടത്. അത് എനിക്ക് തോന്നിയ സംഭവം അതാണ്. എന്ത് കാലത്തെ ചിന്താഗതിയാണത്? എനിക്കത് പിടികിട്ടുന്നില്ല. പോർട്രേറ്റ് ചെയ്യുന്ന ലെവല് നമ്മൾ എപ്പോഴും ബിഗ് ബോസിന്റെ കൂടെ എല്ലാ കാര്യങ്ങളിലായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന മാക്സിമം സാധനങ്ങൾ നമ്മൾ അതിനകത്ത് വേറൊരു അർത്ഥം കണ്ടെത്തിയാണ് പലപ്പോഴും റിവ്യൂ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്തൊരു ഗെയിം കണ്ടെത്തിയിട്ട് ഇത് വാട്സ് ആക്ച്വലി ഇതിനകത്തുള്ള ഗെയിം കംപ്ലീറ്റ്ലി ഇത് ബിസിനസ് മൈൻഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അനുവിനെ കൊണ്ട് ഓക്കെ പറയിക്കാനായിട്ടാണ് അനീഷിന്റെ പ്രണയം അത് നിരസിക്കണോ അതോ അത് നിഷേധിക്കണോ എന്നുള്ള ലെവലിലാണ് ആ സാധനം പോയത്. ഞാനതിങ്ങനെ ആലോചിക്കുമായിരുന്നു. ആ കേസ് ഫുൾ സപ്പോർട്ടാണ്, ആരെയും വഴക്കോ ഇതോ ഒന്നും പറഞ്ഞിട്ടില്ല, നല്ല കോമഡി ആയിട്ടാണ് പോയിട്ടുള്ളത്, എല്ലാം ശരിയാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രണയത്തിനെ പൊന്നില്ല. ലാലേട്ടന്റെ പ്രണയ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന TV ഓഡിയൻസ് ഞാനായിരുന്നെങ്കിൽ അനീഷ് എന്നോട് ഓക്കെ പറഞ്ഞേനെ എന്നുള്ള ലെവലാവും സത്യം. ഓക്കെ, പിന്നെ അടുത്ത് ഈ പറയുന്ന പോലെ നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നെവിൻ എങ്ങനെ തോന്നി തുടങ്ങി ഇവർ തമ്മിൽ പ്രണയമാണെന്ന്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇങ്ങനെ ഉണ്ടെന്ന് എന്നൊക്കെ. അതിനുശേഷം എനിക്ക് ഇതിൻ്റെയൊക്കെ ഇതെല്ലാം പോട്ടെ, ഞാൻ പറഞ്ഞ എല്ലാം പൊട്ടത്തരമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഒരു ലവിൻ്റെ കേക്കും കൂടെ കൊടുത്തേക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ അനുമോള് പ്രണയം നിഷേധിച്ചിട്ടില്ല, അനുമോൾ അവിടെ പ്രണയം വേണ്ട, എനിക്ക് ഫ്രണ്ട് പോലെയാണ് എന്നുള്ള കാര്യമാണ് അവിടെ ക്ലിയർലി വിസിബിൾ ആകുന്നത്. ഈ ലവ് എന്ന് പറയുന്ന സാധനം, ആ കേക്ക് അയച്ചു കൊടുക്കേണ്ട എന്ത് കാര്യം നിങ്ങൾക്കുണ്ടായിരുന്നു? എന്ത് കാര്യത്തിനാണ് ഈ പറയുന്ന കേക്ക് അയച്ചു കൊടുത്തത്?
ഞാൻ ആലോചിക്കും അനു ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ലൈവ് ഞാൻ അന്നേരം നോക്കാം, കേക്ക് മുറിക്കുന്നു, അനു ഇങ്ങനെ ഒരുമാതിരി നിൽക്കുക, ആകെ ഒരുമാതിരി. കാരണം പ്രണയത്തിനെ കുറിച്ച് ചോദിക്കുന്നു, ലവിന്റെ കേക്ക് അയച്ചു കൊടുക്കുന്നു, 2 അയച്ചു കൊടുക്കുന്നു, ഹാർട്ടാണ്, അത് മുറിയാതെ, ലാലേട്ടന്റെ വാക്കുകളാണ്, അത് മുറിയാതെ അനങ്ങാതെ പിച്ചാതെ കീറാതെ മുറിച്ചെടുക്കും. അപ്പൊ ഞാനിത് വീണ്ടും എനിക്ക് കലി പൊളക്കുമായിരുന്നു. കാരണം ഒരാളുടെ പേഴ്സണൽ ഡിസിഷനെ പ്യൂർലി എന്താ പറയാ ബിഗ് ബോസിന്റെ ഹിറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. സത്യം മക്കളെ, നിങ്ങൾക്ക് എങ്ങനെ, എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് എന്നെ തെറിവിളി വരുമോ അല്ലോ ത്രെറ്റനിങ് വരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ ഇതാണ്, എനിക്ക് കണ്ടപ്പോൾ തോന്നിയ സാധനവും ഇത് തന്നെയാണ്. കേക്ക് വരെ കൊടുത്തയക്കുന്നു. അതിനുശേഷം പിന്നീട് ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞ് പോകുമ്പോഴാണ് അനു ആദിലെടുത്ത് പറഞ്ഞത് എനിക്ക് സമയമൊന്നും വേണ്ട, സമയം എടുത്ത് ആലോചിക്കാമല്ലോ, ചിന്തിക്കാമല്ലോ, ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും ദിവസം. ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ അനു പറഞ്ഞു എനിക്ക് സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, അനീഷേട്ടൻ ഇനിയിപ്പോൾ എങ്ങനെ ഇത് വല്ല പ്രതീക്ഷിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ന് അനുമോള് പറയുന്നുണ്ട്. അതിനുശേഷം വന്ന് ബ്രേക്ക് കഴിഞ്ഞു എല്ലാം ഉഴുതു മറിക്കുന്നേ, നേരെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അനു ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ, ഇത് ഷോ അല്ലേ, ഇത് ഷോ, നമ്മുടെ ഷോ ഫണ്ട്, ആൾക്ക് അറിയാം, കേരള പ്രേക്ഷകർക്ക് അറിയാന്നേ, മലയാളി പ്രേക്ഷകർക്ക് അറിയത്തില്ലേ ഇതൊക്കെ, അത് തന്നെ സംഭവം. അപ്പൊ ഞാൻ കൊള്ളാല്ലേ ഇത്. അനു റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും പ്ലേറ്റ് മറച്ചിട്ട് നേരെ തിരിച്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്ന ഫസ്റ്റ് ആ ടോപ്പിക്ക്. അടുത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നൂറയുടെ ക്യാപ്റ്റൻസി ഒരു വിധം എന്നുള്ള ലെവലിൽ എല്ലാവരും മറുപടി പറഞ്ഞു പോയി. അതിനകത്ത് അനുമോൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അനുമോള് പറഞ്ഞു, സാബുമാനും അനുമോളും കൂടായിട്ടുള്ള പയറിന്റെ വിഷയം പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് അത് അനു അവിടെ വെച്ചിട്ട് പോയിക്കൂടായിരുന്നോ, എടുക്കായിരുന്നല്ലോ, അവിടെ ആവശ്യമുള്ളവർ എടുത്തോട്ടെ എന്നുള്ള ലെവലില്. എങ്ങനെ വെച്ചിട്ട് പോയിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ അടിയായനെ, കിട്ടിയില്ല എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വേറൊരു കാര്യം. അതിലെയും അനുവും കൂടെ ആയിട്ടുള്ള അടിയുടെ കാര്യം ചോദിച്ചു. അതിനെ സോർട്ട് ഔട്ടിലേക്ക് എത്തുന്ന കാര്യത്തിലോട്ട് എത്തിയിട്ടില്ല. അടിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അക്ബറും അനുമോളും കൂടെ ആയിട്ടുള്ള അക്ബറിന്റെ ഫുഡ് കഴിഞ്ഞ ആഴ്ച അനുമോൾ എടുത്ത് കാണിച്ച പോലെ അക്ബർ എടുത്ത് കാണിച്ച സാധനം അത് അനുവിന് നല്ല ഒരു തിരിച്ചടി. അനു അവിടെ ഒരുപാട് ചമ്മി നാറ് കളിച്ചു പോകുന്നുണ്ട്. ആ കേസ് അവിടെ ക്ലിയർലി അക്ബർ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ സംഭവം അക്ബർ അന്ന് കാണിച്ചത് അക്ബറിനത് പോസിറ്റീവായിട്ട് മാറി. അനു പണ്ട് കാണിച്ച സാധനം അക്ബർ തിരിച്ച് കാണിച്ചപ്പോൾ അക്ബറിന് പോസിറ്റീവായി. അതിനുശേഷം പണപ്പെട്ടി, ഓരോ ടാസ്കുകൾ, അതിന്റെ കേസുകൾ, എന്തുകൊണ്ട് പണപ്പെട്ടി എടുത്ത് ഓടാനിരുന്നത് ആരാണ്, പണപ്പെട്ടി അല്ല നിങ്ങളുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോയല്ലോ എന്നൊക്കെയുള്ള കേസിലേക്ക് വരുന്നു. നെവിന്റെയും സാബുവിന്റെയും ഇങ്ങനെ ഇടിക്കും നോരതനാണെന്ന് പറഞ്ഞ കേസിലോട്ട് ചെറുതായിട്ടൊന്ന് കയറുന്നതേ ഉള്ളൂ. നെവിൻ പറയാണ് അടുത്ത സീസണിലായാലും ഇതുപോലെ തന്നെ പണപ്പെട്ടി എല്ലാവർക്കും കിട്ടുന്ന ലെവലിൽ വെക്കണമെന്നാണ് ലാലേട്ട എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു. അപ്പം നെവിന് വിഷമമുണ്ടോ, എനിക്ക് വിഷമമുണ്ട് കിട്ടാത്ത എന്നൊക്കെ പറഞ്ഞ് നെവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറഞ്ഞ് നെവിൻ 3 പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടത്. അതിൽ ഒരെണ്ണം ഈ പുറത്ത് പോയി കാറിൻ്റെ നിന്ന് പണം എടുത്തുകൊണ്ട് വരുന്നതായിരുന്നു. അപ്പം നെവിന് തരട്ടെ ഒരു ചാൻസും കൂടി. തന്നോളൂല, തരാതിരിക്കല്ലേ. അപ്പം നെവിൻ പോയി എടുക്കും, 1 മിനിറ്റേ ഉള്ളൂ, ഔട്ടാവില്ല ലാലേട്ട ഞാൻ എടുത്തോളാം. അപ്പം നാളെ നെവിൻ ഒരു ടാസ്ക് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്, പുറത്ത് പോയി പണം എടുക്കാനുള്ള വളരെ നല്ല തീരുമാനം. പക്ഷെ എനിക്കത് അവരുടെ അനുകമ്പ കൊടുത്താണെന്ന് തോന്നുന്നില്ല. ആൾക്കാർ ഇളവിയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയ എമൗണ്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവിടെ വെറും പട്ടിയെ പോലെ നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ് അവിടെ. അത് മാറ്റി കൊടുത്താൽ എനിക്ക് സന്തോഷമുണ്ട്. മൈജിയുടെ വിന്നർ അക്ബറാണ്. ഒരു ടാസ്ക്, മൈജിയുടെ 20 ഇയേഴ്സിന്റെ ആനിവേഴ്സറി ആണ്, അതിന്റെ ഒരു ഭാഗമായിട്ടൊരു ടാസ്ക് നടത്തുന്നുണ്ട്. അക്ബർ വിന്നാവുന്നുണ്ട്. അടുത്ത നോമിനേഷൻ ഡിസ്കഷൻ വരുന്നു. നോമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയിരിക്കുന്നു, ഇപ്പുറത്ത് പോയിരിക്കുന്നു, അവിടെ ഇരിക്കുന്നു. ആ കാര്യങ്ങൾ ലാലേട്ടൻ അങ്ങ് ചോദിക്കുന്നുണ്ട്. അവിടെയും അക്ബറിനെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അക്ബറും നെവിനും നമ്മളെ തന്നെ പൂട്ടുമായിരുന്നു ലാലേട്ട എന്നുള്ളത്. പക്ഷെ അവിടെ 100ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയത് ടോപ്പ് 5 ആണ് എന്നുള്ള തെറ്റിദ്ധാരണ ലാലേട്ടൻ മാറ്റിക്കൊടുക്കുന്നു. ഫിനാലെ വീക്കാണ്, ടോപ്പ് 5 അല്ല. ദെൻ അനുമോളെ സേവ് ആക്കുന്നുണ്ട്. പിന്നെ 100 ഓൾറെഡി സേവ്ഡ് ആണല്ലോ, അനുമോളെ സേവ്ഡ് ആണ്. ഇനി ബാക്കിയുള്ളവരുടെ വിധി നാളെ പറയാന്ന് പറഞ്ഞാണ് ലാലേട്ടൻ പോയിരിക്കുന്നത്. ടോട്ടലി ഐ ആം ഡിസപ്പോയിന്റഡ് വിത്ത് അനീഷ് ആൻഡ് അനുമോൾ ടോപ്പിക്. ലാലേട്ടൻ പറഞ്ഞതിൽ എനിക്ക് അതിനകത്ത് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ ഫോഴ്സ്ഫുള്ളി അത് അനുമോളെ പ്രേമിക്കാൻ പ്രേരിപ്പിക്കുന്ന പോലത്തെ ഒരു സാധനം കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ലവിന്റെ കേക്ക് അയച്ചു കൊടുക്കുന്നു, നിഷേധിക്കാമോ, നിഷേധിച്ചൂടെ, സമയമുണ്ടല്ലോ, ഇനിയും അനുമോൾക്ക് ആലോചിക്കാമല്ലോ. അപ്പൊ ആ ലെവലിലുള്ള സാധനങ്ങൾ അനുമോളത്ത് വാരി വെതറി ഇട്ട് കൊടുത്തത് എനിക്ക് പേഴ്സണലി അത് ദഹിച്ചില്ല, ഡൈജസ്റ്റ് ആയില്ല. എനിക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം നെവിന് ഈ പറഞ്ഞതുപോലെ ഒരു ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞതാണ്. കാരണം എല്ലാവരും ഇവിടെ 2, 3, 1.5, 50,000 എങ്കിലും കുറഞ്ഞത് വാങ്ങിച്ചിട്ടുണ്ട്. നെവിന് ഒരു പുല്ലും കിട്ടാതെ അവിടെ നിൽക്കുന്നതിനേക്കാൾ എന്തെങ്കിലും കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നാളത്തെ എപ്പിസോഡിന്റെ അപ്ഡേറ്റുകളും പ്രൊമോട്ട് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. ഞാൻ നാളെ സ്ഥലത്ത് ഉണ്ടാവില്ല. സോ വീഡിയോസിന് ഇടുന്നതിന് പരിമിതികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.